ഏറ്റവും അധികം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ ഒരു സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള സ്ഥലം പട്ടാഴി ടൗണാണ്. വലിയ വിലയ്ക്കാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥലം വാങ്ങുന്നതും നിർമ്മിക്കപ്പെടുന്നതും. പട്ടാഴിയിൽ ഒരു പമ്പ് നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോൾ പുതുതായി ഒരു പമ്പ് കൂടി വരികയാണ്. ഇന്ത്യയിൽ പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നത് നമുക്ക് ലാഭം ഉണ്ടാക്കാനല്ല. പെട്രോൾ നമുക്ക് ലഭ്യമാക്കണം, ഡീസൽ ലഭ്യമാക്കണം, അതോടൊപ്പം ഓയിൽ കമ്പനികൾ പണം ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ പത്രക്കള വേണ്ടി KSRTCയുടെ മന്ത്രിയായിട്ട് കറക്റ്റായിട്ട് പറയാം. KSRTCയുടെ എല്ലാ പെട്രോൾ പമ്പുകളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് മറ്റു ചില കമ്പനികൾ കൂടി കൊടുക്കാൻ തുടങ്ങിയത്. കാരണം ഇത് നമുക്ക് പലപ്പോഴും KSRTC ഇന്ധനം നൽകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആണെന്ന് വിചാരിക്കും. ഫ്രീ അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് KSRTCയുടെ സ്വന്തം പമ്പിൽ നിന്ന് അടിച്ചാൽ, കൊട്ടാരക്കര സ്വന്തം പമ്പിൽ നിന്ന് അടിക്കുന്നത്, സാധാരണ ഈ പമ്പിൽ അടിക്കുന്ന ഡീസലിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കും. അത് KSRTC ഒരു കമ്പനി ആയതുകൊണ്ട് KSRTCക്ക് സാധാരണ മാർക്കറ്റിൽ നമുക്ക് ഇടുന്നതിനേക്കാളും കൂടിയ വിലയ്ക്കാണ് ഡീസൽ ഇടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ KSRTCക്ക് ഇന്ധനം നൽകുന്നു, വലിയൊരു ഔദാര്യമാണ്. ഔദാര്യമല്ല, അവർക്കാണ് ലാഭം, നമുക്ക് കൊടുക്കുന്ന നഷ്ടമാണ്. നമുക്ക് കടുത്ത നഷ്ടമാണ്, അവർക്ക് വലിയ ലാഭമാണ്. അപ്പൊ നമ്മൾ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മാറ്റിയിട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് കൊടുക്കാൻ മന്ത്രി എന്ന നിലയിൽ തീരുമാനിച്ചാൽ സംഗതി കുഴഞ്ഞത് തന്നെ. കാരണം പൈസയ്ക്ക് ലാഭം കൂടെ അവർക്ക് കിട്ടും. കർണാടകം ചെയ്തിരിക്കുന്നത് അറിയാമോ? ആരാണോ കൂടുതൽ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ ഡീസൽ തരാൻ കമ്പനികൾ തയ്യാറുള്ളത് എന്നറിയിക്കുക എന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്യുക. ഈ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ് ഓയിൽ കമ്പനികളിൽ നിന്ന് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കിട്ടുന്നത്. ഇതറിഞ്ഞ സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കുകയാണ് ഞാൻ. കേരളത്തിലും ചിലപ്പോൾ അത്തരത്തിലൊരു മാറ്റം. കാരണം KSRTCക്ക് 1 രൂപ കുറച്ച് കിട്ടിയാൽ അത്രയും നല്ലതാണ്. ആരും നമ്മുടെ അളിയനും അമ്മാവനും ഒന്നും അല്ലല്ലോ. അപ്പോൾ KSRTC കുറച്ച് പൈസ കുറച്ച് തരുന്ന ആരാണ്, കൂടുതൽ സൗകര്യം തരുന്ന നോക്കാൻ ടെൻഡർ വിളിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. കാരണം ഓരോ കുത്തക ഓയിൽ കമ്പനികളാണ്. അപ്പോൾ ഒരു പമ്പ് വരുമ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്, പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കമ്പനിക്കാണ് ലാഭം വരുന്നത്, കച്ചവടം വരുന്നത്, ലാഭം വരുന്നത്. പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള സങ്കല്പമൊക്കെ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം അതൊക്കെ പോയി, എല്ലാം പ്രൈവറ്റായി. സർക്കാർ എല്ലാവരെയും പ്രൈവറ്റൈസ് ചെയ്തു, കേന്ദ്ര ഗവൺമെന്റ്. അപ്പം ലാഭം കിട്ടുന്ന കച്ചവടം അത് നടത്തുന്ന ഒരു സ്ഥാപനം. ഞാൻ ഉദാഹരണം പറയാം, പ്രൈവറ്റ് ബസ്. ഞാൻ ഗതാഗത മന്ത്രിയാണ്. പ്രൈവറ്റ് ബസ് ഓടാൻ തയ്യാറെടുത്ത് 2 ബസ് വാങ്ങിച്ച ഒരാൾ ഇട്ടിരിക്കുകയാണ്. അവന്റെ വീട്ടുപടിക്ക് ചെന്നേച്ചു, എവന്റെ ഈ വണ്ടി ഓടാൻ സമ്മതിക്കത്തില്ല എന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ എത്ര നിലവാരം കുറഞ്ഞവനാണ് എന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. എന്താ സംഗതി എന്ന് മനസ്സിലായി കാണും. പെട്രോൾ പമ്പ് തുടങ്ങുന്നിടത്ത് തടസ്സപ്പെടുത്താൻ പെട്രോളിയം മന്ത്രി പോകേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മഞ്ജൂർ റഹ്മാൻ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മാത്രമാണ് ഈ വനിതാ സംരംഭകയ്ക്ക് നീതി ലഭിച്ചത് എന്ന് ദുഃഖത്തോടെ ഓർക്കേണ്ടിയിരിക്കുകയാണ്. സർക്കാരിന്റെ എല്ലാ ലൈസൻസുകളും, പഞ്ചായത്തിന്റെ ലൈസൻസും പൊല്യൂഷൻ ലൈസൻസും എല്ലാം കിട്ടിയതിനു ശേഷം, റവന്യൂ വകുപ്പിന്റെ അംഗീകാരം കിട്ടിയതിനു ശേഷം ദുഷ്ടചിന്തയോടെ ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയിച്ചത് ആരും മറന്നുപോയി. ഇതൊക്കെ ലജ്ജാകരമായ കാര്യം. അങ്ങനെ ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ചെയ്യാൻ പാടില്ല. ഒരു പൊതുപ്രവർത്തകൻ, ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, 2 പ്രൈവറ്റ് ബസ് ഒരാൾ വാങ്ങിച്ചു വീട്ടിലുണ്ട്, അവന്റെ വീട്ടിന്റെ പടിക്ക് ചെന്നേച്ച് ഇനി ഞാൻ ഓടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? എന്റെ നിലവാരം എന്താണ്? ഞാൻ അങ്ങനെ പറയാൻ യോഗ്യതയുള്ളവനാണ്? എനിക്കതിനുള്ള അധികാരമുണ്ടോ? എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. എവിടെയും വന്ന് എന്ത് പഠിപ്പും കാണിക്കാൻ പാടില്ലാതെ ഈ ഒരു സ്ത്രീയോട് കഴിഞ്ഞ 5 വർഷമായി നാട്ടിലെ ചില ആളുകൾ, 1-2 പേർ പരാക്രമം കാണിക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവർക്കെതിരെയുള്ള വ്യവഹാരങ്ങൾ തള്ളിക്കൊണ്ട് കള്ളക്കേസ് കൊണ്ടുവന്നതിനും സമയം മെനക്കെടുത്തിയതിനും 35,000 രൂപ ഫൈൻ അടിച്ച കാര്യവും ആരും മറന്നുപോകും. ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ ചെന്ന, കള്ളപ്പരാതി കൊടുക്കാൻ ചെന്ന കോടതിയുടെ സമയം മെനക്കെടുത്തിയതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 35,000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തത് ഈ നാട്ടുകാർ മറക്കരുത്. നമ്മൾക്ക് നീതി കിട്ടാനുള്ള സ്ഥലമാണ് കോടതി. ആ കോടതിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പണി ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഫൈൻ അടിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്ത നിയമവ്യവഹാരം തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയെന്നാണ്. ഒരു കേസ് കൊടുക്കാം, ആ കേസിൽ തോക്കാം, വിജയിക്കാം. പക്ഷെ കേസ് കൊടുത്തത് വൃത്തികേടായിപ്പോയി, സമയം മെനക്കെടുത്തി മേലെ കള്ളക്കേസ് കൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് 35,000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ
അത് വളരെ പ്രകടമായ ഒരു ഉത്തരവാണ്. വളരെ മേലിൽ ഇത്തരം തോന്നിയാസം കാണിക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട കോടതി അതുകൂടി പറയുന്നത്. ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചെന്നുള്ള ഫൈനാണ് ആ പൈസ. പിന്നെയും കുറെ ആളുകൾ വരുന്നു ഇവിടെ കിടന്ന് എന്നെ ഇതിന്റെ കൂട്ടത്തിൽ വലിച്ചെറിയുക. ഞാൻ ഇവിടുത്തെ MLA, ഞാൻ ധൈര്യസമേതം പറയട്ടെ, പത്തനാപുരത്ത് ഏത് പുതിയ സ്ഥാപനം വരുന്നതിന് ഞാൻ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവും. നിയമപരമായി കൊണ്ടുവരുന്ന ഏതൊരു സ്ഥാപനത്തെയും ഞാൻ സഹായിക്കും. അതാണ് എൻ്റെ പണി. MLA എന്നാൽ അതാണ് എൻ്റെ പണി. ഇപ്പൊ ഞാൻ പട്ടാഴി നിൽക്കുമ്പോൾ ആലോചിക്കായിരുന്നു, പട്ടാഴി പണ്ട് തിയേറ്റർ ഉണ്ടായിരുന്നു, ഇന്ന് തിയേറ്റർ ഇല്ല. ഇന്ന് സന്തോഷമുള്ള അവസാനം പത്തനാപുരം പഞ്ചായത്തിൽ ഇന്ന് പുതിയ 3 തിയേറ്ററുകൾ കൂടെ മോഹൻലാലിന്റെ ഉടമസ്ഥതയിൽ പുതിയ 3 തിയേറ്ററുകൾ കൂടെ ഇന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് പത്തനാപുരത്തിന്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലാണ്. പത്തനാപുരം പഞ്ചായത്ത് സ്ഥാപിച്ച കേരളത്തിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥയുള്ള ഏക ഷോപ്പിംഗ് മാൾ, പത്തനാപുരം പഞ്ചായത്തിന്റെ ഉടമസ്ഥയുള്ള ഷോപ്പിംഗ് മാൾ. ആ മാളിൽ ഇന്ന് പുതിയ തിയേറ്ററിൽ ജനങ്ങൾ ഇടിച്ചു കയറി സിനിമ കാണാൻ വരുമ്പോൾ, പ്രേക്ഷകരെത്തുമ്പോൾ പത്തനാപുരം പഞ്ചായത്തിന്റെയും പത്തനാപുരത്തിന്റെ വികസനത്തിന്റെയും ഒരു പുതിയ നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം എന്ന് ഞാൻ ഓർക്കും. കടകളൊക്കെ പോകാനുണ്ട്, കടകളൊക്കെ പോകും, നന്നായി പോകുന്നു, പേടിക്കണ്ട. പഞ്ചായത്ത് റിസ്ക് എടുത്തിട്ട് 28 കോടി രൂപ ലോൺ എടുത്ത് പത്തനാപുരം കേരളത്തിൽ ആദ്യമായി എസ്കലേറ്ററും ലിഫ്റ്റുകളും ഒക്കെയുള്ള ഒരു പഞ്ചായത്ത് ഷോപ്പിംഗ് മാൾ പണിതത് പഞ്ചായത്താണെന്ന അഭിമാനം ഈ നാടിന്റെ MLA എനിക്കുണ്ട്. ഓരോ പഞ്ചായത്ത് മെമ്പർമാർക്കും ഈ നാടിന്റെ ഓരോ ജനങ്ങൾക്കും വേണം. കേരളത്തിലെ ആദ്യത്തെ മാളാണ് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള. വരെങ്കിലും എല്ലായിടത്തും ഷോപ്പിംഗ് സെന്ററുകളുണ്ട്, ഒരു 10-20 കടകളുണ്ട്, വാടകയ്ക്ക് കൊടുക്കും. അങ്ങനെയല്ല, ഒരു മാൾ എന്ന നിലയിൽ സിനിമാ തിയേറ്ററുകളും മറ്റ് സൗകര്യങ്ങളുമുള്ള ഒരു മാള്. ഇനിയിപ്പോൾ വലിയ സൂപ്പർ മാർക്കറ്റ് വരും. ഞങ്ങൾ വലിയ വലിയ കമ്പനികളുമായിട്ടാണ്, ലുലു അടക്കമുള്ള വലിയ വലിയ കമ്പനികളുമായിട്ടാണ് ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം പ്രതിനിധികളും എഞ്ചിനീയർമാരും വന്ന് കണ്ടിരിക്കുകയാണ്, ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കൊണ്ടുവരും. ആരെന്ന് പറഞ്ഞ ഇയാള് ലുലു മാൾ കൊണ്ടുവരും. കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനമാണ്, ഒരു മലയാളിയുടെ നിക്ഷേപമാണ്. അത് വന്നാൽ വലിയൊരു മാർക്കറ്റിൽ, പത്തനാപുരം മാർക്കറ്റിൽ വലിയ ഉയർച്ച ഉണ്ടാകും, കുതിച്ചാട്ടം ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് മാൾ വിജയിക്കണം. സിനിമാ തിയേറ്റർ പട്ടാഴിയിൽ അടച്ചു പോയെങ്കിൽ ഭാവിയിൽ പട്ടാഴിയിൽ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടാകണം. പട്ടാഴിയിലുള്ളവർ തന്നെ നിക്ഷേപിച്ച് അവിടെ ഉടമയാണ്, തൊഴിലുടമയാകണം, സ്ഥാപനത്തിന്റെ ഉടമയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അമേരിക്കയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് പട്ടാഴിയിൽ തിയേറ്റർ തുടങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. പത്തനാപുരം പട്ടാഴിയിൽ പോലെ മാള് വരണം. പട്ടാഴിയിലുള്ളവർ തന്നെ പണസമ്പന്നരായ ആളുകൾ, വിദേശത്തുള്ളവരൊക്കെ ഉണ്ട്, അവര് ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. പുതിയ ചെറുപ്പക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് വരണം. മഞ്ജു റഹീം വിദേശത്ത് പോയി ജോലി ചെയ്തു. അവർ രണ്ടുപേരും അവിടെയായിരുന്നു. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയാണ് അവിടെ വന്നത്. അല്ലാതെ അറബിയുടെ വീട്ടിൽ അലമാരി മോട്ടിച്ചതൊന്നുമല്ല. വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട ഒരു പണം ഉണ്ടാക്കി അവർ നാട്ടിൽ വന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് വിലയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനെ വട്ടം വയ്ക്കാൻ നമുക്കൊരു കാര്യമില്ല. രാഷ്ട്രീയക്കാർക്ക് അതിനകത്ത് കാര്യമില്ല. പിന്നെ പറയുന്നത് ജാതിയാണെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കൂല എന്ന് വളരെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പത്തനാപുരത്തിന് മണ്ണിൽ ആ പണികൾ നടക്കത്തില്ല. ജാതി ചിന്തകൾ അവരെന്താ ചെയ്തത്? അവര് വിശ്വാസിയാണ്, അവർ ഇസ്ലാം മതത്തിൽ ജനിച്ചിരുന്ന വിശ്വാസിയാണ്. ഈ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി നടന്നാലും അവരൊരു സംഭാവന നല്ലതിന് കൊടുക്കാതിരിക്കത്തില്ല. പട്ടാഴിയിലെ ജാതി മത വ്യത്യാസമില്ലാതെ പട്ടാഴിയിലെ ജനങ്ങൾ ആരാധിക്കുന്ന പട്ടാഴി അമ്മയുടെ ഏത് കാര്യത്തിലും അവരെ ഭാഗത്ത് ഒരു എതിർപ്പുണ്ടായിട്ടില്ല. എന്താണ് ചെയ്യുന്നത്? ചിലര് പിരിവ് ചോദിക്കുമ്പോൾ എന്നും പിരിവ് വെച്ചാൽ കൊടുക്കൊന്നും വരില്ല, കൊടുക്കാൻ പറ്റിയൊന്നും വരില്ല. അത് കിട്ടാത്തതിന്റെ പേരിൽ 5 വർഷം പട്ടാഴിയിൽ ഇതുപോലെ സ്ഥാപനം തുടങ്ങാൻ ഒരു സ്ത്രീയെ, ഒരു കാര്യം ലജ്ജ ഉണ്ടെങ്കിൽ ഓർക്കുക, ലജ്ജ എന്ന വികാരം ഉണ്ടെങ്കിൽ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടൂ. ചുണയുണ്ടെങ്കിൽ ചൈരുള്ളവൻ ഏറ്റുമുട്ട്, ആണുങ്ങളുടെ ഏറ്റുമുട്ട്. പാവപ്പെട്ട സ്ത്രീകൾ ഒരു നിക്ഷേപക, ഒരു പ്രവാസി നിക്ഷേപക, ഒരു സ്ത്രീയാണ്. അവരെ എന്തൊക്കെ തരത്തിൽ അധിക്ഷേപിച്ചു. ഈ ഫേസ്ബുക്കൊക്കെ തുറന്നു വെച്ചേക്കുന്നത് സ്ത്രീകളെ അപമാനിക്കാനല്ല, സ്ത്രീകളെ അധിക്ഷേപിക്കാൻ, അവരെ തോൽപ്പിച്ചു എടുക്കാനാവാനല്ല. ഞാൻ മഞ്ജു റഹീമിനെ മുട്ടുമടക്കിച്ചു. എന്നാ ക്രെഡിറ്റാണെന്നറിയാമോ? ഒരു പാവപ്പെട്ട സ്ത്രീയെ കഠിനാധ്വാനം കൊണ്ട് സമ്പന്നയായി നാട്ടിൽ വന്ന് ആ പണം നാട്ടിൽ മുടക്കി 5-6 പേർക്ക് തൊഴിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീയെ മുട്ടുമടക്കിച്ചു എന്ന് പറയുന്ന ഒരു പുരുഷന്റെ അഭിമാനമാണെങ്കിൽ അവനെ ഓർത്ത് നമ്മൾ ലജ്ജിക്കണം. അവനെ ഓർത്ത്, അവനെ അവന് കൂടെ ഉള്ളവരെ ഓർത്ത് നമ്മൾ ലജ്ജിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ദൈവവിശ്വാസിയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നു, ഭാരതത്തിൽ ദൈവവിശ്വാസം ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ ചോട്ടെ, യഥാർത്ഥ ഭക്തനാണെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹിന്ദു വേദങ്ങളിൽ പറയുന്നത് ദേവി അമ്മ എന്നാണ്. സ്ത്രീയെ കാണുന്നത് ദേവിയായിട്ടാണ്, സ്ത്രീയെ കാണുന്നത് ദേവിയായിട്ടാണെന്നാണ് പറയുന്നത്. ഹിന്ദു വേദത്തിൽ പറയുന്നത് സ്ത്രീ എന്നാൽ ദേവി, അമ്മയാണ് സ്ത്രീ. ഈ 2 പരിഗണനകളും പട്ടാഴി അമ്മയുടെ മണ്ണിൽ ശ്രീമതി മഞ്ജു റഹീമിനുണ്ട്. അവരേത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, സ്ത്രീ എന്ന നിലയിൽ അവരെ ദേവിയായും അമ്മയായും കാണാനുള്ള മര്യാദ ഹിന്ദു ആചാരങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഉണ്ട് എന്ന് ഓർത്താൽ
ഈ വീരന്മാരെക്കാളും നല്ല ദൈവഭക്തൻ, അതിനേക്കാൾ വേദപാണ്ഡിത്യം ഉള്ളവനുമാണ് ഞാൻ. ഏത് കാര്യത്തിലും ഞാൻ തർക്കത്തിന് തയ്യാറാണ്. ഞാൻ ആത്മീയ പ്രസംഗം നടത്താം. ഈ കേസ് കൊടുക്കുമ്പോഴും അപ്പുറത്ത് നടത്തണം. ഇതിൽ കേൾക്കാൻ ആര് പറയുന്നത് കേൾക്കാനാണ് നാളെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഏത് ആത്മീയത? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. ഞാൻ ആത്മീയത പഠിച്ചിട്ടുണ്ട്, ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ബൈബിൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആഴത്തിൽ പഠിച്ച അതിന്റെ അന്തസത്ത മനസ്സിലാക്കിയ ആളാണ്. മനുഷ്യൻ ഒന്നാണ്. അവൻ വിവിധ മതങ്ങളിൽ ജനിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു. പ്രത്യേകിച്ച് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് പത്തനാപുരത്ത് ആ മതേതരത്തിൽ നടക്കുന്ന ഒരു പരിപാടിയും ഇവിടെ ജാതി മതമൊന്നുമില്ല. ഈ നാട്ടിലുള്ളവർ ഇവിടെ ഒരു വ്യവസായം തുടങ്ങാനോ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിപൂർണമായ പിന്തുണ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തും കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ഇവിടെ ജാതിയില്ല, ഇവിടെ മതമില്ല. നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പുതിയ പദ്ധതിക്കുള്ള പിന്തുണയാണ്. ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ ചെലവാകുന്നത്? എത്ര നാളായി ഒരു സ്ത്രീയുടെ പുറകെ നാണമില്ലേ? തൊലിക്കട്ടി ഭയങ്കരം തന്നെ. ഞാനൊരു സ്ത്രീയെ ഏറ്റുമുട്ടി മുട്ടുകുത്തിക്കും എന്ന് പറയുന്ന നാണം കെട്ട തൊലിക്കട്ടി ഭയങ്കരം തന്നെ. അവരെ ബഹുമാനപ്പെട്ട കോടതി എന്ന് അവർക്ക് നീതി ലഭിച്ചു. കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടും കോടതി കേൾക്കൂ? കേന്ദ്രമന്ത്രിക്ക് എന്ത്, കോടതിക്ക് എന്തോന്നോ? കേന്ദ്രമന്ത്രി നാണമുണ്ടോ ഇവിടെ വന്നത് പറയാൻ? ഇത് തുറക്കത്തില്ല എന്ന് പറയാൻ? ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമാണ് ഈ സഹോദരിക്ക് നീതി കിട്ടിയത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരെന്ത് കുറ്റമാണ് ചെയ്തത്? ഈ നാട്ടിൽ ജനിച്ചു വളർന്നു, വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അവർ സമ്പന്നരായി വന്നു. ആ സമ്പത്ത് ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്തുകയും ഇവിടെ 10 പേർക്ക് തൊഴിൽ കൊടുക്കാനും ഒരു സംരംഭം തുടങ്ങാനും തുനിഞ്ഞതോ? ഇതാരുടെ സ്ഥലം? സൈനുദ്ദീൻ ഭട്ടാരിയുടെ അച്ഛന്റെ പേരിലായിരുന്നു ഈ സ്ഥലം. 14-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവരത് വിലയ്ക്ക് വാങ്ങി. സഹോദരന്റെ മകൾ വിലയ്ക്ക് വാങ്ങി. അവർക്ക് റവന്യൂ ഭൂമിയിൽ, പട്ടയമുള്ള ഭൂമിയിൽ, നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ അവർക്കൊരു സ്ഥാപനം തുടങ്ങാൻ റോഡേ പോകുന്നവരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. അതിന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചപ്പോഴാണ് 35,000 രൂപ ഫൈൻ അടിച്ചു കൊടുത്തത്. ഇത്തരം നാണംകെട്ട പണികൾ മഞ്ജുവിനോട് നടത്തിയപ്പോൾ ഇനി ആരോടും നടത്തരുത്. അത് പൊതുപ്രവർത്തകർക്ക് ചേർന്നല്ല, സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവികൾ ചേർന്നല്ല. വീടിനുള്ളിൽ നിന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് ആരെയും ഏത് സ്ത്രീയെയും എന്ത് അഭിക്ഷേപവും വിളമ്പാം എന്ന് വിചാരിക്കുന്ന ആരും മൈൻഡിനെയും. മഞ്ജു കരഞ്ഞുകൊണ്ട് പലപ്പോഴും സാറേ എന്നെ പ്രശ്നത്തിൽ സാറേ ഞാൻ വരുന്ന കാര്യമാക്കില്ല. ഇതൊന്നും കാര്യമാക്കണ്ട. അൾട്ടിമേറ്റ് ആയിട്ട് വിജയം സത്യത്തിൽ മാത്രമാണ്. ലോകത്ത് സത്യം മാത്രമേ വിജയിക്കൂ. സത്യമാണ് ദൈവം. സത്യമാണ് ദൈവം. ആ ദൈവം ഉണ്ടെങ്കിൽ സത്യം. പട്ടാഴി അമ്മയുടെ തിരുനടയിൽ, ഈ മണ്ണിൽ, പട്ടാഴി അമ്മയുടെ ഭൂമിയായ ഈ ഭൂമിയിൽ ഇന്ന് ഈ സ്ഥാപനം ഉദ്ഘാടനം തുറന്നു കൊടുക്കാൻ കോടതി പറഞ്ഞത് തുറന്നു കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ സ്ത്രീയെ പട്ടാഴി അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ അനുവാദത്തോടെയാണ് അവർ തുടങ്ങുന്നത്. ഇനി അത് പറഞ്ഞിവിടെ അതും പറഞ്ഞുകൊണ്ട് MLA പട്ടാഴി അമ്മയ്ക്കെതിരെ, എന്റെ പൊന്നുമോനെ നിന്നെക്കാളും മുമ്പേ പട്ടാഴി അമ്മയെ കണ്ടതാണ് ഞാൻ. ഏതാ? അതുകൊണ്ട് എന്നെ ഇത് പഠിപ്പിക്കണ്ട. ദേവിയെയും വൃക്ഷദാസങ്ങളെയും ദൈവവിശ്വാസത്തെയും ഒന്നും പറ്റി എന്നെ പഠിപ്പിക്കണ്ട. എന്നെ അത് വെച്ച് വിലപേശാനും നോക്കണ്ട. അതൊന്നും പേടിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് നിലപാടുകളുണ്ട്. ഈ നിൽക്കുന്ന ഓരോ പൗരനും, ഈ നാട്ടിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവന്റെ അവകാശമുണ്ട്, അവന്റെ അധികാരങ്ങളുണ്ട്. അത് സംരക്ഷിക്കാനാണ് MLA എന്നും പറഞ്ഞ് പോയിരിക്കുന്നത്, നിയമസഭയിൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. പട്ടാഴിയിൽ ഞാൻ പറഞ്ഞത് ഇനി തിയേറ്റർ വരണം, പറ്റുമെങ്കിൽ മറ്റൊരു ഷോപ്പിംഗ് മാൾ വരണം. ഇതെല്ലാം ഉണ്ട്. ഞാനൊരു പട്ടാഴി ബിവറേജ് വന്നപ്പം ഈ കേസ് കൊടുക്കുന്ന പണം അതിൽ ഉപയോഗിച്ചില്ലല്ലോ, ബിവറേജിനെ തടയാൻ വേണ്ടിയിട്ട്. അന്ന് ഇവിടെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നുള്ളത് കിട്ടണം, അടൂർ പോയി അടിക്കണമെന്ന് തീരുമാനിക്കാം. അടൂരിൽ നിന്ന് അടിച്ചാൽ അവിടുന്ന് റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ച് ആളെ ഇടിച്ചു കൊല്ലാനും ചെയ്യാം, ആളെ ഇടിച്ച് ഇടയ്ക്ക് ചെയ്യാം. അത് അടൂര് പോയിട്ട് അടിക്കാം എന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, പട്ടാഴിയോടും പട്ടാഴിയുടെ ആത്മീയതയോടും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ, പട്ടാഴിയിൽ ബിവറേജ് വന്നപ്പോഴും, പട്ടാഴി ചന്തയിലെടുത്ത് ഹോട്ടൽ വന്നപ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ കേസ് കൊടുത്തില്ല? ഈ പെട്രോൾ എന്ന സാധനം അടിച്ചു വിറ്റായിട്ട് പോകാനുള്ള സാധനം ഒന്നുമല്ലല്ലോ. നമുക്ക് രാത്രി ഇത് അടിച്ചിട്ട് എവിടെയും ദൂരെ യാത്ര പോകണമെങ്കിൽ അത്യാവശ്യമായിട്ട് പട്ടാഴിയിൽ നിന്ന് പെട്രോൾ അടിച്ച് നമ്മുടെ വണ്ടിക്ക്, പണ്ട് പട്ടാഴിയിൽ നിന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നീ പത്തനാപുരത്ത് പോകണം, അല്ലെങ്കിൽ കൊട്ടാരക്കര പോകണം, അല്ലെങ്കിൽ മൈലത്ത് പോകണം, കുന്തിക്കോട് പോകണം. വേണ്ടേ? ഇപ്പൊ പട്ടാഴിക്കാർക്ക് പട്ടാഴിയിൽ തന്നെ പെട്രോൾ അടിക്കാൻ 2 പമ്പുണ്ട്. ഇതൊക്കെ അന്ന് കണ്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പരാക്രമം പാവപ്പെട്ട സ്ത്രീകളോടല്ല വേണ്ടു. അത് അഭിമാനകരമല്ല. ഇത് ഈ അവസരത്തിൽ ഓർമ്മിക്കാനും ശരിയല്ല. കാരണം എന്നെയും കൂടി ഇതിനകത്ത് പലപ്പോഴും വലിച്ചടിച്ചിട്ടുണ്ട്, ഇല്ലയോ? ആ ക്യാമറ കിട്ടി ഞാൻ ചോദിക്കുന്നത്, എന്നെയും ഇതിനകത്ത് ഉടനെ വലിച്ചഴിച്ചിട്ടില്ലയോ? മനസ്സിലായല്ലോ? സത്യം എന്താണെന്ന് മനസ്സിലായല്ലോ? ലോകത്ത് സത്യമേ ജയിക്കൂ കേട്ടോ. ഈ ക്യാമറ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു അസ്വസ്ഥതയും പേടിയൊക്കെ മെമ്പർമാർക്ക്. ഒരു പേടിയുമല്ല. എന്റെ നേരെ ഒരുപാട് ക്യാമറ തിരിഞ്ഞതാണ്. സത്യം മാത്രമേ വിജയിക്കൂ. എനിക്കെതിരെ പല ക്യാമറകളും പലരും തിരിച്ച് പല അഭിപ്രായങ്ങളും വായി വന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും വിശ്വസിക്കില്ല. പട്ടാഴി അമ്മയുടെ പൂർണ്ണമായ അനുമതി ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കിടക്കുന്ന വണ്ടിയിൽ മഞ്ജു റഹീമിന്റെ പമ്പിൽ നിന്ന് ഡീസൽ നിറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഏതാണ് ശരി? ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്.
അങ്ങനെ മഞ്ജുറയും ഒരു നിയമവിരുദ്ധമോ അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ പട്ടാഴി അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ ഇത് തുറക്കാൻ ദേവി അനുവദിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതന്നെയല്ലേ ശരി? അവരെ ജാതിയെ കുറിച്ച് ദേവിക്കറിയത്തില്ല, അവരെ മതത്തെക്കുറിച്ച് ദേവിക്കറിയത്തില്ല. മനുഷ്യന് ജാതി തിരിച്ച് പട്ടാഴി പത്തനാപുരത്ത് കാണുന്ന ആദ്യത്തെ സംഭവമാണിത്. ഈ സംഭവത്തിന്റെ മുനയൊടിഞ്ഞതിൽ ഒരു ജനാധിപത്യ മതേതര വിശ്വാസി എന്ന നിലയിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കുക, സത്യം പറയുക. എന്താ പറയുക? സത്യം പറഞ്ഞാൽ അത് 10 ദിവസം കഴിയുമ്പോൾ സത്യമാണെന്ന് തെളിയും. 10 ദിവസം കഴിഞ്ഞത് പറഞ്ഞത് പുളുവാണ് എന്നറിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ ആളുകൾ അങ്ങോട്ട് മാറി, മുമ്പ് വെച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിട്ട് കാറി തുപ്പും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മുമ്പ് വെച്ചാൽ മര്യാദകളിൽ മുമ്പ് വെച്ച് വേണ്ട, എന്നാലും അങ്ങോട്ട് പോകും ഒരു തുപ്പ് തുപ്പും. അത് അവസരം കൊടുക്കരുത്. സത്യം പറയുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടുകൊണ്ട് അതിന്റെ പുറകെ ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും നടക്കരുത്. അതിൽ പ്രത്യേകിച്ച് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് വീണ്ടും ആവർത്തിക്കാൻ വലിയ നേട്ടമാണ്. ഒരു സ്ത്രീയെ കരയിച്ചത് കൊണ്ട്, ഒരു കേന്ദ്രമന്ത്രി വന്ന് സ്ത്രീയെ കരയിച്ചത് കൊണ്ട്, ഒരു ദിവസം ആ സ്ത്രീ കരയുമല്ലോ. ഒരു ദീപ് പറഞ്ഞ് അവരെ ധൈര്യത്തെ അവർക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അവരപ്പോഴപ്പം വെപ്രാളം വരുമ്പോൾ എന്നെ വിളിക്കും, സാറേ എന്നെ അങ്ങനെ സാറേ. പാവത്തിന് അറിയാത്തതുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ ഫേസ്ബുക്കും കൂടി എടുത്ത് അവരെ ഫേസ്ബുക്കിൽ ഇട്ട് കൊടുത്തു. എല്ലാവരുടെയും അങ്ങ് കിളച്ചു. അത് കഴിഞ്ഞപ്പോ അത് ഇട്ടത് നന്നായി ഓർമ്മയിൽ എല്ലാവർക്കും ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ അങ്ങനെ തുറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞാൽ തുറപ്പിക്കരുത്. തുറന്നേറ്റ ആളുകൾ മുമ്പിൽ കൂടെ നടക്കരുത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പോകാൻ പാടില്ല. നിയമം ഈ രാജ്യത്ത് കോടതിയുണ്ട്, നിയമമുണ്ട്. എല്ലായിടത്തും തോറ്റാലും നമുക്ക് അഭയം തേടാൻ പറ്റുന്ന സ്ഥലമാണ് കോടതി. അതിൽ മഞ്ജുവിന് നീതി ലഭിച്ചു. ദൈവത്തിന്റെ കോടതിയിലും നിയമത്തിന്റെ കോടതിയിലും മഞ്ജുവിന് നീതി ലഭിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പമ്പ് തുറന്ന് പ്രവർത്തിക്കുന്നത്. എനിക്കതിൽ സന്തോഷമുണ്ട്. കാരണം തെറ്റുകൾ പരാജയപ്പെടണം.